രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിമിഷം മുതൽ MLA നിയമസഭയിൽ എത്തിയാൽ എങ്ങനെ എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്താണ്, വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് UDF നേതൃത്വത്തിന്റെ വിഷയത്തിലെ നിലപാട്. സഭയിൽ പ്രതിഷേധമുണ്ടായാൽ രാഹുലിന് സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു. എന്നാൽ രാഹുൽ ഏത് ബ്ലോക്കിൽ ഇരിക്കുമെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. കാരണം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നീട് ഒറ്റപ്പെട്ട ബ്ലോക്കിലേക്കാകും. അതിന് നേതാക്കൾക്ക് മറുപടിയില്ല. വിഷയത്തിൽ പരസ്യമായി അഭിപ്രായം പറയാൻ വിസമ്മതിച്ച പ്രതിപക്ഷ നേതാവ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിറ്റീസില്ല. തീരുമാനിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. എൻ്റെ കൈവശം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധം വന്നാൽ അതിന് പ്രതിഷേധത്തെ ചെറുക്കേണ്ടതും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും സ്പീക്കറുടെ ചുമതലയാണ്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് രണ്ടഭിപ്രായത്തിൻ്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല.